ഏതാണ്ട് ബാധ കൂടിയതുപോലെ എല്ലാത്തിനെയും നിമിഷ നേരം കൊണ്ട് ഒരു പരുവത്തിലാക്കി. ഏയ്, അതൊക്കെ അവിടെ നമ്പർ ആയിരിക്കും. മഹിയേട്ടിന് മുമ്പിൽ ആളാവാൻ അവള് തന്നെ സെറ്റാക്കിയതായിരിക്കും ആ ഗുണ്ടകളെ. അതാ എല്ലാത്തിനെയും അടിച്ചോടിക്കുന്നതായിട്ട് കാണിക്കാൻ പറ്റിയത്. ആ, അതൊന്നും എനിക്കറിയില്ല. ഏതായാലും എല്ലാരെയും പറപ്പിച്ചിട്ട് എനിക്കൊന്നും അറിയില്ല എന്ന മട്ടില അവൾ ഓരോന്ന് കാണിച്ചത്. ഞാൻ ശരിക്കും പേടിച്ചുപോയി. കഷ്ടകാലത്തിന് കൂടെ പോയതുപോലെയായി. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ആ ഗംഗ ഒറ്റൊരുത്തിയ. അവൾ ഈ വീട്ടിലേക്ക് വരുന്നത് വരെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. വന്ന് കേറിയപ്പോ മുതല് ഓരോരോ പ്രശ്നങ്ങൾ തുടങ്ങി. എല്ലാത്തിനും കാരണം മഹിയ. അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതും ഇപ്പൊ കല്യാണം കഴിച്ച് കൂടെ നിർത്തിയതും എല്ലാം മഹിയല്ലേ. ഇനി അങ്ങനെ എളുപ്പം ഗംഗയെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെക്കാൾ എല്ലാം കൂടുതൽ അവകാശം ഇപ്പൊ ഗംഗയ്ക്ക് ഈ വീട്ടിലുണ്ട്. അത് മറക്കണ്ട. ഓരോന്ന് ചെയ്യുമ്പം അതോ ഓർമ്മ വേണം. ഇവക്കിപ്പോഴേ ആ ഗംഗയോടാ ചായ്വ്. അത് ശരിയാ, ഞാനും അത് ശ്രദ്ധിക്കുന്നുണ്ട്. അത് പിന്നെ അമ്മയുടെ അല്ലേ മോള്. ഗംഗ കൈലാസത്തിന്റെ മരുമോളായപ്പോ ഗംഗയെ സുഖിപ്പിച്ച് നിന്നാലേ പ്രയോജനമുള്ളൂ എന്ന് ഇവക്ക് തോന്നിക്കാണും. അതെന്തെങ്കിലും ആവട്ടെ. അമ്മ അവള് പറഞ്ഞത് കേട്ടോ, ഗംഗയുടെ ശരീരത്ത് ബാധ കയറിയതുപോലെയാ അവൾ ആ ഗുണ്ടകളെ തല്ലിയതെന്ന്. അതെ, അങ്ങനെയായ അത് ഗൗരി തന്നെയാ. അതെ, അപ്പോ ഗൗരി ഗംഗയെ സഹായിക്കുന്നുണ്ട്. നമ്മൾ ഇനി ഗംഗയെ നന്നായി സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും, അത് ഉറപ്പാ. അതെ, ആ പ്രേതം ഗംഗയ്ക്ക് വേണ്ടി നമ്മളെ കൊല്ലാനും മടിക്കില്ല. അതുകൊണ്ട് ഗൗരിയുടെ ആത്മാവിനെ ബന്ധിക്കുന്നത് വരെ ഗംഗയുടെ മേൽ നല്ല ശ്രദ്ധ വേണം. ഏത് ഗൗരിയുടെ സഹായം ഉണ്ടായാലും ഗംഗയെ ഞാൻ ഈ കൈലാസത്തേന്ന് അടിച്ചു പുറത്താക്കിയിരിക്കും. അങ്ങനെ എന്റെ സ്ഥാനത്ത് അവള് കഴിയണ്ട. അതിന് ഈ ശ്രേയ സമ്മതിക്കില്ല. ഗൗരി ചേച്ചി, ഗൗരി ചേച്ചി. ഗംഗേ, ചേച്ചി എത്തിയോ? എത്തിയല്ലോ. സർപ്പക്കാവിൽ വെച്ച് അങ്ങനെ ഒരു അക്രമം ഉണ്ടാവുന്ന ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നതൊന്നും അല്ലല്ലോ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതെ, എന്നാലും ചേച്ചി കൃത്യസമയത്ത് വന്നതുകൊണ്ട് മാത്രം ഞാൻ ഇന്ന് രക്ഷപ്പെട്ടത്. ഞാനുള്ളപ്പോ നിങ്ങൾക്കാർക്കും ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇതിനെല്ലാം ഞാൻ എങ്ങനെയാ ചേച്ചിയോട് നന്ദി പറയേണ്ടത്? നീ എന്തിനാ എന്നോട് നന്ദി പറയുന്നേ? ഇതെല്ലാം എന്റെ കടമയല്ലേ. എന്നാലും ഞാൻ നന്ദി പറയണം. നീ വെറുതെ എന്നോട് നന്ദി പറയാനൊന്നും നിൽക്കേണ്ട ഗംഗെ. ചുറ്റും ശത്രുക്കൾ നമ്മുടെ നാശം കാണാൻ നിൽക്കുന്നുണ്ടെന്ന ചിന്ത മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അവസരം കിട്ടിയ അവര് നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് ശ്രദ്ധയും മുൻകരുതലും ഓരോ കാൽവയ്പിലും ഉണ്ടാവണം. ഞാൻ ശ്രദ്ധിച്ചോളാം ചേച്ചി. ആരോടാ സംസാരിക്കുന്നത്? അത് ഞാൻ ശ്രീമഹേശ്വരനോട് പ്രാർത്ഥിക്കായിരുന്നു മഹേട്ട. മഹേട്ടനും മാളുവിനും മറ്റെല്ലാവർക്കും നല്ലത് വരുത്തണേന്ന്. ഓ, അതായിരുന്നോ? ഞാൻ കരുതി ഗംഗ ആരോടാ ഈ സംസാരിക്കുന്നെന്ന്. ആ, മാളുവിടെ? അപ്പുറത്തുണ്ട്. ആ, മാളുവിനോട് വന്നിരുന്ന് ഉറങ്ങാൻ പറ. അവള് ഇതുവരെ ഒന്നും കഴിച്ചില്ല. ഭക്ഷണം കൊടുത്തിട്ട് കിടത്തി ഓർക്കാം. ശരി, അപ്പോൾ ഗുഡ് നൈറ്റ്. ശരി. ഗംഗെ, എന്താ ചേച്ചി? ഞാനൊരാഗ്രഹം പറഞ്ഞാ സാധിച്ചു തരുമോ? എന്നെ കൊണ്ടാവുന്ന എന്തും ഞാൻ ചെയ്യും. ചേച്ചി പറഞ്ഞു. എനിക്ക് നേരിട്ട് എന്റെ മാളുവിനെ തൊടാൻ സാധിക്കില്ല. അങ്ങനൊരു സത്യം മരിക്കുന്നതിന് തൊട്ടു മുൻപ് മഹേട്ടന് ഞാൻ കൊടുത്തതാ.
അവൾക്ക് ആഹാരം കൊടുക്കാനും മോളെ ഒന്ന് എടുക്കാനും അവളെ ഒന്ന് കൊഞ്ചിക്കാനും എല്ലാം എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ട ചേച്ചി? എനിക്ക് എനിക്ക് നിന്നിലൂടെ ഇതെല്ലാം അനുഭവിക്കാൻ സാധിക്കും. അത്രേ ഉള്ളോ? എനിക്ക് സമ്മതാ. പിന്നെ ചേച്ചി എന്നോട് സമ്മതം ചോദിക്കാനൊന്നും നിൽക്കണ്ട. എപ്പോ വേണമെങ്കിലും ഈ ശരീരത്തിൽ പ്രവേശിക്കാം. ചേച്ചിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. ആ, മാള് വന്നല്ലോ. അതിനൊന്നുമില്ല. മാള് വന്നു, ഇനി ആഹാരം കഴിക്കാം, എന്നിട്ട് മാളുവിനെ ഓർക്കാം എന്ന് ഞാൻ പറഞ്ഞതാ. ആരോടാ പറഞ്ഞേ? ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാ. എന്നാ പിന്നെ എന്താ വേണ്ടെന്ന് വെച്ചാ ആയിക്കോട്ടോ. ആഹാരം കഴിക്കാൻ. ഈ ഗംഗയ്ക്ക് ഇതെന്താ പറ്റിയത്? പട്ടായോ? മാളൂട്ടി, ഞാൻ മാളൂട്ടിയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തരട്ടെ? മാളു, ഗംഗേ, എന്താ? ഗംഗയ്ക്ക് എന്റെ അമ്മയുടെ മണം. അമ്മ ഉമ്മ തരുന്ന പോലെ തന്നെ തോന്നി. ഞാൻ മോളുടെ അമ്മ തന്നെ ആണല്ലോ. മാളു, ഗംഗേ, നമ്മുടെ മുത്തേ.
കുഞ്ഞിനെ വേണമെന്ന് വെറുതെ വാക്കാൽ പറഞ്ഞതുകൊണ്ടായില്ല. കുട്ടിയുടെ മനസ്സിൽ എങ്ങനെയും നിങ്ങളുടെ കൂടെ നിൽക്കണമെന്നൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കണം. അതിന് മാളൂന് നമുക്ക് കിട്ടിയിട്ട് വേണ്ടേ? അവൾ അടുത്തുണ്ടെങ്കിലല്ലേ അതൊന്ന് ബോധിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതെ, എന്റെ മകളുടെ കുഞ്ഞല്ലേ അവള്. അവളെ കൊഞ്ചിക്കണമെന്നും ലാളിക്കണമെന്നും എനിക്കും ആഗ്രഹമുണ്ട്. ഇതിപ്പോ മഹി അവളെ കൈയടക്കി വെച്ചിരിക്കുക. ഒന്ന് കാണാൻ പോലും പറ്റുന്നില്ല. ആ സാഹചര്യത്തിൽ അവളുടെ മനസ്സിൽ എങ്ങനെ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കും? അതൊക്കെ എനിക്കറിയാം. പക്ഷെ നമ്മുടെ മുന്നിൽ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. അതിന് എന്ത് മാർഗവും നിങ്ങൾക്ക് സ്വീകരിക്കാം. ശ്രമിക്കാഞ്ഞിട്ടല്ലല്ലോ സാർ, മാളൂനെ കൂടെ നിർത്താൻ പരമാവധി ശ്രമിച്ചതാ ഞങ്ങൾ. എന്റെ മകളെ കൊന്നവനാ മഹി. കോടതിയുടെ മുന്നിൽ പണത്തിന്റെ ബലം കൊണ്ട് അവൻ നിരപരാധിയായിരിക്കാം. പക്ഷേ എന്റെ മുന്നിൽ അവൻ എന്നും ഗൗരിയുടെ കൊലപാതകി മാത്രമാണ്. ആ മഹി എന്റെ പേരക്കുട്ടിയെ വളർത്തിയ പതിയെ മാളു അവളുടെ അമ്മയെ മറക്കും. അത് പറ്റില്ല. എന്റെ ഗൗരിയുടെ ആത്മാവിന് ശാന്തി ഉണ്ടാവണമെങ്കിൽ മാളു ഞങ്ങൾക്കൊപ്പം ഉണ്ടാവണം. നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കോടതിയുടെ മുന്നിൽ ഫീലിങ്സുകൾക്കല്ല, തെളിവുകൾക്കാണ് പ്രാധാന്യം. മഹിയുടെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് അത് നമുക്ക് എളുപ്പത്തിൽ സ്ഥാപിച്ചെടുക്കാം. അതിന് മാളുവിന്റെ സപ്പോർട്ട് കൂടി ഉണ്ടായ നമ്മൾ വിജയിച്ചു. മഹിയ ഗംഗയെ കല്യാണം കഴിച്ചതാ തിരിച്ചടിയായത്. അവൾക്ക് മാളുവിനോടും മാളുവിന് അവളോടും വലിയ കാര്യമാണ്. എത്ര കാര്യമാണെന്ന് പറഞ്ഞാലും രണ്ടാനമ്മ അല്ലാതാവില്ലല്ലോ. അതെ, നാളെ അവൾക്ക് സ്വന്തമായ ഒരു കുഞ്ഞുണ്ടാവുന്നവരെ മാത്രമേ മാളുവിനോട് അവൾക്ക് ഈ സ്നേഹവും വാത്സല്യവും ഒക്കെ കാണൂ. അത് കഴിഞ്ഞ മാളു അവളുടെ വേലക്കാരിയാവും. അത് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നടക്കില്ല. അതിനേത് വഴിയിലൂടെയും മാളുവിനെ നേടിയെടുത്തേ മതിയാവും. അതെ, വക്കീല് കൂടി ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിന്നാൽ നമുക്കത് സാധിച്ചെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആദ്യം മാളുവിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുക. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ശരി വക്കീല്. ശരി. രാഹുലെ, ഇങ്ങനെ മൊബൈലിലെ കുത്തി ജീവിതം തീർത്താൽ മതിയോ? എന്തോ തരികട പരിപാടിയായിട്ടുള്ള വരവാണല്ലോ. ഒരു തരികിടയും ഇല്ല. ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം പഴയത് തന്നെയാ. പക്ഷേ നീ എന്നെ മനസ്സറിഞ്ഞൊന്ന് സഹായിക്കണം. അല്ല, ഞാനെന്ത് ചെയ്യാന്? എനിക്ക് ആ ഗംഗ എവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കിയേ പറ്റൂ. പഴയതുപോലെ അല്ല ശ്രേയ കാര്യങ്ങൾ. ഇന്ന് ഗംഗ മഹിയുടെ ഭാര്യയാണ്. നമ്മൾ എന്ത് ചെയ്താലും അത് കറങ്ങിത്തിരിഞ്ഞ് നമുക്ക് തന്നെ പാരയായിട്ട് തിരിച്ചു വരും. അതെനിക്കറിയാം. പക്ഷേ ആ രീതിയല്ല. ഒരിക്കൽ നമ്മൾ പരീക്ഷിച്ചുപേക്ഷിച്ച് പഴയ ഒരു വഴിയില്ലേ?
എന്നിട്ട് നടക്കാതെ പോയ ഗംഗ എന്ന സ്വപ്നമില്ലേ, അതൊന്ന് പൊടി തട്ടി എടുക്കു രാഹുൽ. എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്തുതരാം. കിട്ടുന്ന അവസരം എല്ലാം രാഹുൽ ഗംഗയെ സ്വന്തമാക്കാൻ ശ്രമിക്കണം. ഇവിടെ നിന്നാ അവൾ ഒട്ടും സുരക്ഷിതയല്ലെന്ന് അവൾക്ക് തോന്നണം. അവൾ മഹിയോട് പറഞ്ഞാൽ ഞാൻ പുറത്താവില്ലേ? അങ്ങനെയൊന്നും അവള് പറയില്ല. അവളുടെ പേരിൽ സഹോദരങ്ങൾ തമ്മിൽ തല്ലിയ അതിന്റെ കുറ്റം അവളുടെ തലയിൽ തന്നെ വരുമെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് അവള് മഹിയേട്ടനോട് പറയാൻ ഒരു സാധ്യതയുമില്ല. രാഹുലും മനസ്സ് വെച്ച രാഹുലിന്റെ നടക്കാതെ പോയ ആഗ്രഹങ്ങളും നടക്കും. എനിക്ക് എന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും പറ്റും. വെറുതെ വേണ്ട. ഇത് കയ്യിൽ വെച്ചോ. നീ എന്നെ ചീത്തയാക്കി അടങ്ങുമല്ലേ? ഓക്കെ, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കാം. അത് മതി. നിന്നെ കൊണ്ട് പറ്റും രാഹുൽ. ഈ ഏരിയയില് നിന്നെക്കാൾ വലിയൊരു കോഴി ഇല്ലല്ലോ. മോൾക്ക് അമ്മമ്മയെ മനസ്സിലായോ? ദാ ഇത് മോൾക്ക് വേണ്ടി അമ്മമ്മ കൊണ്ടുവന്നതാ. എനിക്ക് വേണ്ട. എന്താ മോളെ വാങ്ങ്. വേണ്ട. പുറത്ത് ആരുടെയും കയ്യിൽ നിന്ന് ഒന്നും വാങ്ങരുതെന്നാ ഗംഗ പറഞ്ഞിരിക്കുന്നേ. അതിന് ഞങ്ങൾ പുറത്തുള്ളവരാണോ? മോളുടെ അമ്മയുടെ അമ്മയും ചേട്ടനുമാണ്. ഗംഗയാ ശരിക്കും പുറത്തുള്ളവൾ. ഗംഗയ്ക്കാ മോളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തത്. അല്ല, ഗംഗ എന്റെ അമ്മയാ. അല്ല മോളെ, മോളുടെ അമ്മ മരിച്ചുപോയി. ഇനി ആർക്കും മോളുടെ അമ്മയാവാൻ സാധിക്കില്ല. എന്റെ അമ്മ മരിച്ചു പോയത് ശരിയാ, പക്ഷേ അതിന് പകരം എനിക്ക് കിട്ടിയതാ ഗംഗയെ. ഗംഗ എന്നെ എന്റെ അമ്മ നോക്കുന്നത് പോലെ തന്നെ നോക്കുന്നത്. അതൊക്കെ വെറും അഭിനയാണ് മോളെ. കുറച്ചു നാൾ കഴിയുമ്പോ ആ ഗംഗ മോളെ ഉപദ്രവിക്കും. ഇല്ല, ഗംഗ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നിങ്ങൾ എന്തിനാ ഇങ്ങനെ നുണ പറയുന്നേ? നുണയല്ല മോളെ, അതാണ് സത്യം. അപ്പൊ അത് മാളൂന് വലിയ സങ്കടമാവും. അതുകൊണ്ട് മോൾ അമ്മമ്മയുടെ കൂടെ പോരെ. അമ്മമ്മ മോളെ പൊന്നു പോലെ നോക്കാം. വേണ്ട, ഞാൻ വരില്ല. എന്തിനാ വാശി പിടിക്കുന്നേ? മോളുടെ അമ്മയുടെ വീട്ടിലേക്കാ വിളിക്കുന്നേ. മാളൂന്റെ അമ്മയെ നോക്കിയത് അമ്മമ്മയല്ലേ, അതുപോലെ മോളെ നോക്കാം. അതെ, മോൾക്ക് ഇഷ്ടമുള്ളതൊക്കെ അങ്കിൾ വാങ്ങിത്തരാം. എനിക്കിഷ്ടം ഗംഗ അച്ഛനെയാ. എന്റെ അച്ഛൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി തരുന്നുണ്ട്. എനിക്ക് അത് മതി. അപ്പൊ ഞങ്ങളോട് മോൾക്ക് സ്നേഹമില്ലേ? ഇല്ല. അതെന്താ മാളു? എനിക്ക് നിങ്ങൾ ആരെയും ഇഷ്ടമല്ല. നിങ്ങൾ എന്നെ കൊണ്ടുപോവാനാ നോക്കുന്നത്. അതെന്റെ മോളോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ? മോളുടെ അച്ഛൻ ചീത്തയാ. അവനാ മോളുടെ അമ്മയെ കൊന്നത്. അതുപോലെ മോളെ അവ ഉപദ്രവിക്കും. ഇല്ല, എന്റെ അച്ഛൻ നല്ലതാ. എന്നെ ഒത്തിരി ഇഷ്ടമാ. എല്ലാരും കൂടി മോളെ പറഞ്ഞു പറ്റിച്ച് വച്ചേക്കുന്നതാ. മോള് മിടുക്കി കുട്ടിയല്ലേ, ആലോചിച്ച് നോക്കി മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. എനിക്കെല്ലാം അറിയാം. ഞാൻ പോവാ. എനിക്ക് ക്ലാസ്സിൽ പോണം. അയ്യോ, ഇതുകൂടി കൊണ്ടുപോയിക്കോ, ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാം. വേണ്ട. ഇത് നേരായ മാർഗത്തിലൂടെ നടക്കുന്ന തോന്നുന്നില്ല അമ്മേ. വളഞ്ഞ വഴിയിലൂടെ തന്നെ മാളൂനെ സ്വന്തമാക്കണം. ആ വേലക്കാരി പെണ്ണും മഹിയും കൂടി കുഞ്ഞിന്റെ മനസ്സിൽ വിഷം കുത്തി വെച്ചിരിക്കുക. അവളെ നമ്മളിൽ നിന്ന് അകറ്റാന് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് മുഴുവൻ.
എങ്ങനെ നമുക്ക് മാളുവിനെ സ്വന്തമാക്കണം?